മമ്മൂട്ടിയും മോഹൻലാലും നേർക്കുനേർ വന്ന് മോഹൻലാൽ വിന്നറായി മാറിയ ഒരു ക്രിസ്മസ് കാലഘട്ടം. 1990 ക്രിസ്മസ് റിലീസുകൾ. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ നേതാക്കളായിരുന്ന KR ഗൗരിയമ്മ, വർഗീസ് വൈദ്യൻ, TV തോമസ്, ഇവരുടെയൊക്കെ ജീവിതം ആസ്പദമാക്കി ചെറിയാൻ കൽപ്പവാടി എഴുതിയ, വേണുനാഗവള്ളി ഡയറക്ട് ചെയ്ത സിനിമയായിരുന്നു ലാൽ സലാം. എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ സിനിമകളിൽ മലയാളത്തിലെ ഒരു മികച്ച 5 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തായാലും ലാൽ സലാം ഉണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, എൻ്റെയും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അതിൽ മോഹൻലാലും അതിനോടൊപ്പം തന്നെ മുരളിയും രണ്ടുപേരും ഗംഭീരമായിട്ടും ആ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ മോഹൻലാലിന്റെ നെട്ടൂരാൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, എനിക്ക് തോന്നുന്നു അന്ന് മോഹൻലാലിനൊക്കെ 30 വയസ്സിനോടടുത്തേ പ്രായമുള്ളൂ. അന്ന് മോഹൻലാൽ ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറൊക്കെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അതൊക്കെ അതിഗംഭീരമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകൾ, അതിന്റെ മികച്ച രാഷ്ട്രീയ സിനിമ എന്നതിലുപരി മോഹൻലാലിന്റെയും ഗംഭീര പെർഫോമൻസുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ലാൽ സലാം പറയേണ്ടി വരും. അതിൽ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീൻസ് എന്ന് പറയുന്ന ലാൽ സലാമില് ഗീതയുടെ അടുത്ത് സെക്കൻഡ് ഹാഫിലൊക്കെ ഏകദേശം ക്ലൈമാക്സ് അല്ല, അതിന്റെ കുറച്ച് മുമ്പ് ഗീതയുടെ അടുത്ത് ചെന്നിട്ട് നെട്ടൂരാൻ വിളിച്ചത്ര മുദ്രാവാക്യമൊന്നും സേതു വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന ഗീതയുടെ അടുത്ത് പറയുന്ന ഒരു സീനുണ്ട്. നമ്മളതിന് മുമ്പത്തെ എപ്പിസോഡിൽ അദ്വൈതം സിനിമയിലെ ഒരു രംഗത്തെ കുറിച്ച് പറഞ്ഞ പോലെ ആ ഒരു സീനിലൊക്കെ ഒരു മോഹൻലാൽ ഭയങ്കരമായിട്ട് കൺട്രോൾഡ് ആണ്, എന്നാൽ ഭയങ്കരമായിട്ട് ആ ഒരു ദേഷ്യവും സങ്കടവും എല്ലാം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ മോഹൻലാലിന് മാത്രം കഴിയുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെയായിരുന്നു അതിൽ മുരളിയുടെ കഥാപാത്രം. എനിക്കോട് അന്ന് ആ ക്യാരക്ടർ അല്ലെങ്കിൽ മമ്മൂട്ടീനെയും കാസ്റ്റ് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നതായിരുന്നു, പിന്നീട് സുരേഷ് ഗോപിനെ ആലോചിച്ചിരുന്നായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു മുരളി തന്നെയാണ്. മമ്മൂട്ടിക്ക് ആയിരുന്നെങ്കിൽ അത് വേറെ തരത്തിലാക്കുമായിരുന്നു. പക്ഷെ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് വരുമ്പോൾ ആ ഒരു ഇമേജും കുറച്ച് സ്ക്രിപ്റ്റിലൊക്കെ അവർ കുറച്ച് പൊളിക്കേണ്ടിയൊക്കെ വന്നേക്കാം. പക്ഷെ മുരളി വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ഇല്ല. അതുകൊണ്ട് തന്നെ വേറൊരു തരത്തിൽ അവർക്ക് ആ സ്ക്രിപ്റ്റ് കൊണ്ടുപോകാൻ പറ്റി. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ലാൽ സലാം. ആ ഒരു ക്രിസ്മസിന് കുടുംബസമേതം എല്ലാവരും തിയേറ്ററിൽ പോയ ഒരു സിനിമ തന്നെയാണത്. അടുത്ത സിനിമ മമ്മൂട്ടി അഭിനയിച്ച പരമ്പര, സിബി മലയിൽ സംവിധാനം ചെയ്ത് SN സ്വാമി എഴുതിയ സിനിമ. സിബി മലയിലും SN സ്വാമിയും ഒക്കെ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. നല്ലൊരു കോംബോയാണ്. അതിനു മുമ്പ് തന്നെ അവരുടെ 88 ഓഗസ്റ്റ് 1 എന്ന സിനിമ, അതിലെ പെരുമാൾ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറും ആ ഒരു സിനിമയും ഇന്നും ഓഗസ്റ്റ് 1 സിനിമ ഞാൻ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന, പലപ്പോഴും നമ്മൾ ബോറടിച്ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് കാണണം ഒരു സിനിമ, പഴയ ഒരു സിനിമ കാണാൻ തോന്നുമ്പോൾ അല്ലെ സീൻസ്, ഓഗസ്റ്റ് 1 സീൻസ് ഒക്കെ റെഗുലറായിട്ട് എടുത്ത് കാണുന്നതാണ്. ആ ഒരു കോംബോ ഒന്നിച്ച ഒരു സിനിമ എന്ന രീതിയിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു ആ ഒരു സിനിമയിൽ. മമ്മൂട്ടി ഡബിൾ റോളിൽ വരുന്നു, സുമലതയാണ് അതിൽ നായികയായിട്ടുള്ളത്. അതൊരു ഇംഗ്ലീഷ് സിനിമയെ ബേസ് ചെയ്തിട്ടാണ്. അത് എനിക്കോട് മമ്മൂട്ടിയാണെന്ന് ആ ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് SN സ്വാമിക്ക് ഒരു ത്രെഡ് പറയുന്നതും ഒന്ന് മലയാളത്തിൽ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവർ ആ ഒരു സിനിമ പ്ലാൻ ചെയ്തത്. പക്ഷെ ആ സിനിമ തിയേറ്ററിലെത്തി, നല്ല പ്രതീക്ഷയ്ക്കായിരുന്നു. അന്നൊരു ഇനീഷ്യൽ ഉണ്ടായിരുന്നു, പക്ഷെ വിചാരിച്ച പോലെ ആ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ വിജയിച്ചില്ല. ആളുകൾ എക്സ്പെക്ട് ചെയ്ത, ഒരു പക്ഷേ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയതുകൊണ്ടായിരിക്കാം മമ്മൂട്ടിയും സിബി മലയിലും SN സ്വാമിയുടെ ഒരു സിനിമ എന്ന രീതിയിൽ എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ട് ആ സിനിമ അന്ന് വിചാരിച്ച ആ ഒരു ലെവലിലോട്ട് അവർ എത്തിക്കാൻ പറ്റില്ല. സുരേഷ് ഗോപിയും അതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി അന്ന് വില്ലനും സഹനടനും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു സമയമാണ്, അതിനൊരു നായക നിരയിലേക്ക് വന്നിട്ടില്ല. സുരേഷ് ഗോപിയും അതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാൽ സലാം അപ്പുറത്ത് തിയേറ്ററിൽ ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററായി. പരമ്പര അതുകൊണ്ട് ലാൽ സലാമിൽ അപ്പുറത്ത് കത്തിക്കേറിയതോടുകൂടി ആയിരിക്കാം വിചാരിച്ച പോലെ പരമ്പര അന്ന് തിയേറ്ററിൽ ഒരു ചലനം സൃഷ്ടിച്ചില്ല. അടുത്ത സിനിമ വിദ്യാരംഭം, ശ്രീനിവാസൻ എഴുതി ജയരാജ് ഡയറക്ട് ചെയ്ത സിനിമയാണ്. ജയരാജിന്റെ ആദ്യത്തെ ഡയറക്ഷനിലുള്ള സിനിമയാണ്. ജയരാജ് ഭരതന്റെ അസിസ്റ്റന്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ശ്രീനിവാസന്റെ കൂടെ വടക്കുംനോക്കി യന്ത്രത്തിലും അസോസിയേറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു വടക്കുംനോക്കി യന്ത്രത്തിന്റെ ഒക്കെ ആ ഒരു സമയത്താണ് ഇതിന്റെ ഒരു ഡിസ്കഷനൊക്കെ വരുന്നത്. അങ്ങനെയാണ് ശ്രീനിവാസൻ ഈ ഒരു സ്ക്രിപ്റ്റ്, ഇതിന്റെ ഒരു കഥ പറയുന്നത്. നല്ല ഒരു സിനിമ തന്നെയായിരുന്നു വിദ്യാരംഭം എന്ന് പറയുന്നത്. കാരണം അതിൽ ഒരു ഗ്രാമീണ കഥകൾ, ജയരാജ് പല വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു നടനാണ്, സംവിധായകനാണ് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഗ്രാമീണ സിനിമകളുടെ ഒരു പശ്ചാത്തലം അല്ല, അങ്ങനെ ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നത്. അതിൽ നെടുമുടി വേണുവാണ് അതിലൊരു പ്രധാന ക്യാരക്ടർ. പിന്നെ ശ്രീനിവാസൻ, ഗൗതമി, KP ലളിത, മുരളി, ശങ്കരാടി, മാമുക്കോയ, മണിയമ്പള രാജു, വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്. 7 ആർട്സ് വിജയകുമാറാണ് ആ സിനിമ ചെയ്തിട്ടുള്ള. ബോംബെ രവിയുടെ സംഗീതം. ജയരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ ഒന്ന് അടയാളപ്പെടുത്തി. അവിടെ നിന്ന് അങ്ങോട്ടാണ് ജയരാജ് പിന്നെ കുറെ സിനിമകൾ, ആകാശക്കോട്ടയിലെ സുൽത്താനും, അതിന്റെ ജോണി വാക്കർ, പിന്നെ നമുക്കറിയാം എത്രയോ സിനിമകൾ അദ്ദേഹം ചെയ്തു. നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ വരെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. എന്തായാലും അതിന്റെ ഒരു തുടക്കം കുറിച്ച ഒരു സിനിമ തന്നെയായിരുന്നു വിദ്യാരംഭം. പിന്നെ ആ ഒരു ക്രിസ്മസിന്
മുമ്പ് ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ജയറാമിനെ ആക്ഷൻ ഹീറോ ആക്കിയിട്ട് കെ മധു ഡയറക്ട് ചെയ്ത സിനിമ രണ്ടാം വരവ്. ജോൺ പോളാണ് അതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയത്. അന്ന് ജയറാം ഒരു ആക്ഷൻ ഹീറോ ആക്കാൻ വേണ്ടി തന്നെ കെ മധു നമുക്കറിയാം, അത് മമ്മൂട്ടിനെയും മോഹൻലാലിനെയൊക്കെ വെച്ച് 20ാം നൂറ്റാണ്ട് മമ്മൂട്ടിനെ വെച്ചൊക്കെ നല്ല നല്ല ഫാമിലി സിനിമകളും ചെയ്തിട്ടുണ്ട്, ആക്ഷൻ സിനിമകളും CBI പോലത്തെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനെ വെച്ച് 20ാം നൂറ്റാണ്ട് കൊടുക്കുന്നു. ജയറാമിനെ ഒരു ആക്ഷൻ ഹീറോ ആക്കാൻ വേണ്ടി ചെയ്തൊരു സിനിമയാണ്. പക്ഷെ ആ സിനിമ അന്ന് ഭയങ്കര ഫ്ലോപ്പായി. ആ സിനിമ ആ ക്രിസ്മസിനും തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് A ക്ലാസ് സെന്റേഴ്സ് എന്നൊക്കെ അപ്പോഴേക്കും എടുത്ത് മാറ്റി പിന്നീട് B ക്ലാസ്സിലും C ക്ലാസ്സിലൊക്കെ ആയിരുന്നു അന്ന് സിനിമ ഉണ്ടായിരുന്നത്. ജയറാമിന് ഇത്രയും മോശം സമയമായിരുന്നു ആ 90ന്റെ അവസാനമൊക്കെ. ഇപ്പൊ ജയറാമിന്റെ കുറെ സിനിമകൾ എനിക്ക് തോന്നുന്നു മറ്റേ മറുപുറം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ആ സിനിമ അന്ന് പരാജയമായിരുന്നു. രണ്ടാം വരവ്, രാധാമാധവം, കുറെ സിനിമകൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് പിന്നെ 91 ആയപ്പോഴാണ് കുറച്ച് സിനിമകളോട് ജയറാമിന് ഒന്ന് തിരിച്ചു വരാൻ പറ്റിയത്. എന്തായാലും ഇത്രയും സിനിമകൾ ആണ് പ്രധാനമായിട്ടും അന്ന് ആ ഒരു ഡിസംബർ മാസം അല്ലെങ്കിൽ ക്രിസ്മസ് സീസണോടനുബന്ധിച്ചിട്ട് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. അതിലെ വിന്നർ എന്ന് പറയുന്നത് ലാൽ സലാം തന്നെയായിരുന്നു. ഏകദേശം 100ഓളം ദിവസം പല മേ സെന്റേഴ്സിൽ ആ സിനിമകൾ കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ ഒരു വിജയം വേണുനാഗവള്ളി മോഹൻലാലിന് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിനു മുമ്പ് വേണുനാഗവള്ളി 90 എന്ന് പറയുന്ന വർഷം തന്നെയാണ് ഓട്ടോ എന്ന സിനിമയൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ലാൽ സലാമൊക്കെ ഒരു ഐക്കോണിക് സിനിമ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു നാഴികക്കല്ലെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. വേണുനാഗവള്ളി എന്നുള്ള ഡയറക്ടറുടെ ഏറ്റവും മികച്ച സിനിമകൾ ഒന്നാണ്. ചെറിയ കൽപ്പവാടി എന്ന് പറയുന്ന ഒരു റൈറ്ററും അദ്ദേഹത്തിന്റെ അച്ഛന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അതിൽ കുറെ സാധനങ്ങൾ, അതിൽ കുറച്ച് റിയലിസ്റ്റിക് ആണെങ്കിലും വെറുതെ ഒരു ഡോക്യുമെന്ററി പോലെയല്ല എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഫിക്ഷനൊക്കെ ചേർത്തിട്ടൊക്കെ തന്നെയാണ്. പേരുകൾ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇവര് പല പല പേരുകളിലൂടെയാണ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റീഫൻ നെട്ടൂരാനും DK അങ്ങനെ പല പല പേരുകളിലേക്കാണ് അത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ലാൽ സലാം എന്റെ ഫേവറേറ്റ് സിനിമയാണ്. പക്ഷെ ഞാൻ ഈ സിനിമകളൊന്നും തിയേറ്ററിൽ പെട്ടെന്ന് കണ്ടിട്ട്, എല്ലാ സിനിമയും കാസറ്റാണ് കണ്ടിരിക്കുന്നത്. ലാൽ സലാം ഒക്കെ കാസറ്റ് എടുത്തിട്ട് തന്നെ കണ്ടതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ TV-യിൽ വന്നിട്ടും പരമ്പരയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കൂട്ടത്തിൽ അധികം കണ്ടിട്ടില്ല. പണ്ടൊരിക്കൽ TV-യിൽ കണ്ടിട്ട് പിന്നെ കണ്ടിട്ടില്ല പരമ്പര എന്ന സിനിമ. അപ്പൊ എന്തായാലും ഇത്രയും സിനിമകളാണ് ആ ഒരു ക്രിസ്മസ് സീസണിൽ റിലീസ് ആയത്. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും സിനിമകളന്ന് തിയേറ്ററിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ലാൽ സലാം ഒക്കെ തിയേറ്ററിൽ കണ്ടുവരുന്നുണ്ടോ. ഞാനന്ന് മിസ് ചെയ്തു ലാൽ സലാം ഒക്കെ. അന്ന് മോഹൻലാലിന്റെ സിനിമകളൊക്കെ തിയേറ്ററിൽ സ്ഥിരമായിട്ട് വീട്ടുകാരോട് പോയി കാണുന്ന ഒരു സമയമാണ്, കണ്ടു തുടങ്ങിയ ഒരു സമയമാണ്. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. എനിക്ക് തോന്നുന്നു പരമ്പര, എനിക്ക് തിയേറ്ററാണെന്ന് ഓർമ്മയില്ല, അത് പരമ്പര പലരും ലാൽ സലാമിന് ടിക്കറ്റ് കിട്ടാതെ ഒരു പരമ്പരയ്ക്ക് പോയതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് തൃശ്ശൂർ ജോസ് തിയേറ്ററിലായിരുന്നു ലാൽ സലാം തോന്നുന്നത്. പരമ്പര തിയേറ്ററാണെന്ന് ഞാൻ മറന്നുപോയി. അന്ന് എൻ്റെ പല ഫ്രണ്ട്സൊക്കെ പിന്നീട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് പരമ്പര കണ്ടത് ലാൽ സലാമിന് ടിക്കറ്റ് കിട്ടാതെയാണ് എന്നുള്ളത്. വിദ്യാരംഭത്തിന്റെ ബോക്സ് ഓഫ് സ്റ്റാറ്റസ് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഒരു ആവറേജ് പോയ ഒരു സിനിമയായിരുന്നു. അങ്ങനെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമയല്ല വിദ്യാരംഭം. അത് വിദ്യാരംഭം ആയാലും, അത് കേട്ട് ജയരാജന്റെ ആകാശക്കോട്ടയിലെ സുൽത്താൻ ആയാലും, ജോണി വാക്കർ ആയാലും ഒന്നും അങ്ങനെ തിയേറ്ററിൽ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ അല്ല. പിന്നീട് സോപാനം, കുടുംബസമേതം പോലത്തെ സിനിമകളൊക്കെ എത്തിയപ്പോഴാണ് ജയരാജ് എന്നുള്ള ഡയറക്ടറിന് ഹിറ്റുകൾ കിട്ടാൻ തുടങ്ങിയത്. എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മകളും അറിവുകളും. ബാക്കി നിങ്ങൾ ഷെയർ ചെയ്യുക.